കരുനാഗപ്പള്ളി പന്മന ആണുവേലിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ വജ്രനിലാവ് ആഘോഷം നടത്തി. 2 ദിനങ്ങളിലായി നടത്തിയ ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്കൂളിലെ മുൻ അധ്യാപകൻ MK നായർ എഴുതിയ നോവൽ പ്രതി ഹാജരുണ്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. അനേകായിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ അക്ഷരമുത്തശ്ശി കരുനാഗപ്പള്ളി പന്മന ആണുവേലിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ വജ്രനിലാവ് 2025-26 ആഘോഷം നടത്തി. ഓർമ്മകൾ ഓടിക്കളിക്കുന്ന സ്കൂൾ മുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇവരൊക്കെ സ്വന്തം വീടിനേക്കാളും കൂടുതൽ ഉറക്കത്തിലൂടെ ചിന്തിക്കുന്നത് ഈ സ്കൂളിനെ കുറിച്ചായിരിക്കും. ഈ സ്കൂളിന് വേണ്ടിയിട്ട് പലപ്പോഴും വഴക്കടിക്കുകയും അതുപോലെ ബാർഗെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ അതിശയമാണ്. യോഗത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ മാധ്യമപ്രവർത്തകനുമായ യൂസഫ് സലീം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ഈ ഇതിലെ പൂർവ്വ അധ്യാപകനായിരുന്ന ഞങ്ങൾക്കേറെ പ്രിയങ്കരനായിരുന്ന ഞങ്ങളൊക്കെ കുഞ്ഞുപിള്ള സാർ എന്ന് വിളിക്കുന്ന ശ്രീ MK നായർ അവരുടെ ഒരു പുസ്തകം പ്രതി ഹാജരുണ്ട് എന്ന പുസ്തകം ഈ ചടങ്ങിൽ വെച്ച് ബഹുമാന്യനായ ചവറ MLA ശ്രീ സുജിത് വിജയൻപിള്ള അവർ പ്രകാശനം ചെയ്യുകയാണ്. അത് ഏറ്റുവാങ്ങുന്നത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവായ ശ്രീ അനു പുരുഷോത്തം അവർകളാണ്. സ്കൂളിലെ മുൻ അധ്യാപകനായ MK നായർ രചിച്ച പ്രതി ഹാജരുണ്ട് എന്ന നോവൽ പ്രകാശനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അനു പുരുഷോത്ത് MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള പുസ്തകം കൈമാറിയാണ് പ്രകാശന കർമ്മം നടത്തിയത്. തുടർന്ന് സംവിധായകൻ അനു പുരുഷോത്ത് മറുപടി പ്രസംഗവും നടത്തി. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ നടത്തി. 3 ദിവസങ്ങളിലായി ലഹരിവിരുദ്ധ സമ്മേളനം, യുവജന സമ്മേളനം, കലാസന്ധ്യ എന്നീ വിവിധ പരിപാടികളാണ് അരങ്ങേറിയെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ യൂസഫ് സലീം പറഞ്ഞു. AC ന്യൂസ്, പത്തനംതിട്ട.